ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID കാർഡിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡാണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID കാർഡും രണ്ടും രണ്ട് കാർഡുകളാണ്. നിലവിൽ ഹെൽത്ത് ID കാർഡിന് യാതൊരുവിധ ആനുകൂല്യങ്ങളും, അതായത് ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ലഭിക്കുന്നില്ല. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ സംരംഭമായ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ കീഴിലാണ് ABHA കാർഡ് വരുന്നത്. ABHA ഹെൽത്ത് കാർഡിനെ ABHA ID എന്ന് വിളിക്കപ്പെടുന്നു. 14 അക്ക തിരിച്ചറിയൽ നമ്പർ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ചികിത്സാ വിവരങ്ങളും മെഡിക്കൽ ഡാറ്റയും വേഗത്തിലും എളുപ്പത്തിലും ആക്സസ് ചെയ്യുന്നതിന് സാധ്യമാക്കുന്ന സുപ്രധാന ആരോഗ്യ വിവരങ്ങൾ ഈ ഡിജിറ്റൽ ഹെൽത്ത് കാർഡിലുണ്ട്. ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് റെക്കോർഡുകൾ അഡ്മിറ്റ് ചെയ്തതു മുതൽ ചികിത്സയും ഡിസ്ചാർജും വരെയുള്ള വിവരങ്ങളാണ് പേപ്പർലെസ്സായി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസിനാണ് നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. ഹെൽത്ത് ID കാർഡ് എല്ലാവർക്കും സൈറ്റ് വഴി എടുക്കാൻ സാധിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ ഹെൽത്ത് ID കാർഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതല്ല എങ്കിൽ ABHA ID എന്നും ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ആയുഷ്മാൻ ഭാരതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഈ ഒരു സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹെൽത്ത് ID കാർഡ്, ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ID കാർഡ് അപേക്ഷിക്കാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്നുള്ള സൈറ്റിലെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ഹോം പേജിൽ തന്നെ ക്രിയേറ്റ് ABHA നമ്പർ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ABHA നമ്പർ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആധാർ ബേസ്ഡും ഡ്രൈവിംഗ് ലൈസൻസ് ബേസ്ഡും. ആധാർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആധാർ ബേസ്ഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് പേജിൻ്റെ താഴെയായിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് please ensure that the mobile number is linked with the Aadhaar as it will be required for OTP authentication. അതായത് ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആധാർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. സൈറ്റിൽ ഹെൽത്ത് ID കാർഡ് എടുക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം പേജിൽ വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴേക്ക് വീണ്ടും ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ക്യാപ്ച കോഡ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് സെക്ഷനിൽ ആധാർ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP മെസ്സേജ് 6 ഡിജിറ്റ് കോഡായിരിക്കും. അതൊന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ നമ്പർ പിന്നീട് റഫറൻസ് യൂസിനൊക്കെ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തതായിട്ട് വരുന്ന പേജിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഡിഫോൾട്ടായിട്ട് മൊബൈൽ നമ്പർ ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് സെയിം ആസ് ആധാർ നമ്പർ, നോ അഡീഷണൽ ഇൻഫർമേഷൻ റിക്വയർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആധാർ കാർഡിലുള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് മാൻഡേറ്ററി അല്ല. ഇമെയിൽ അഡ്രസ്സ് അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുക. അതല്ല എങ്കിൽ പേജിൻ്റെ താഴെ സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സ്കിപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകാവുന്നതാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൃത്യമായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. നൽകിയിരിക്കുന്ന മെയിൽ ID ഒരു ആക്ടിവേഷൻ ലിങ്ക് വരുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. ഇമെയിൽ ID ഏതാണോ നൽകിയിരിക്കുന്നത് ആ ഇമെയിൽ IDയുടെ പാസ്വേഡും കൊടുത്ത് ഒന്ന് ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം മെയിലിൽ വന്നിരിക്കുന്ന ആക്ടിവേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ അഡ്രസ്സ് വെരിഫൈഡ് ആയി എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ്. വീണ്ടും ആ ഒരു പേജ് ഒന്ന് ക്ലോസ് ചെയ്യുക. ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പേജിലേക്ക് തന്നെ കൺവേർട്ടായിട്ട് വരുന്നതാണ്.
നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ക്രിയേറ്റ് യുവർ യുണീക്ക് ABHA അഡ്രസ്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പേജിൻ്റെ താഴെയായിട്ട് തന്നെ സജഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു സജഷനിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ABHA ID ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഇഷ്ടമുള്ളൊരു ABHA ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ABHA എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ABHA കാർഡ് അഥവാ ഹെൽത്ത് ID കാർഡ് ജനറേറ്റ് ആവുന്നതാണ്. ഇതിന് മറ്റ് ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ലഭിക്കുന്നതല്ല. ഹെൽത്ത് റെക്കോർഡ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ID കാർഡ് മാത്രമാണിത്. സൈറ്റിൽ തന്നെ നമുക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും എനേബിൾ ആയിട്ടുണ്ട്. KYC വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ വഴി ആധാർ കാർഡോ മറ്റോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പുതിയ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനായിട്ട് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ പ്രിൻ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ്. ഓൾറെഡി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ നിന്നും വീണ്ടും ആധാർ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറിയും കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.